നമസ്കാരം, മെട്രോ മാറ്റിനിലേക്ക് സ്വാഗതം. ബിഗ് ബോസ് താരം ഫിറോസ് ഖാന്റെ പുതിയ വെളിപ്പെടുത്തലിൽ ഞെട്ടിയിരിക്കുകയാണ് മലയാളി പ്രേക്ഷകർ. താനും മുൻ ഭാര്യ സജന നൂറും തമ്മിലുള്ള ദാമ്പത്യം തകരുവാൻ കാരണം മൂന്നാമതൊരാളുടെ ഇടപെടലാണെന്ന പരോക്ഷ സൂചനയാണ് ഫിറോസ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. വലിയ അവാർഡുകൾ ലഭിച്ച സമൂഹത്തിൽ ഉന്നത സ്ഥാനത്തിരിക്കുന്ന ഒരാളാണ് ഇതിന് പിന്നിലെന്ന ഗുരുതര ആരോപണമാണ് ഫിറോസ് പങ്കുവച്ചിരിക്കുന്ന വീഡിയോയിലുള്ളത്. ബിഗ് ബോസ് മലയാളം സീസൺ 3 പ്രേക്ഷകരുടെ പ്രിയപ്പെട്ടവരായി മാറിയ ദമ്പതികളായിരുന്നു സജനയും ഫിറോസും. എന്നാൽ 2023 ഇരുവരും വേർപിരിയുന്നതായി പ്രഖ്യാപിച്ചുകൊണ്ട് ആരാധകരെ നിരാശപ്പെടുത്തിയാണ് ഇരുവരും രംഗത്ത് വന്നത്. പിരിവാനുള്ള കാരണം വ്യക്തിപരമാണെന്ന് അന്ന് വ്യക്തമാക്കിയെങ്കിലും ഇപ്പോൾ പുറത്തുവരുന്ന വെളിപ്പെടുത്തലുകൾ പുതിയ വിവാദങ്ങൾക്കാണ് വഴിമരുന്നിട്ടിരിക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച ഈ വീഡിയോയിലൂടെയാണ് ഫിറോസ് തന്റെ പ്രതിഷേധം അറിയിച്ചിരിക്കുന്നത്. എത്ര വലിയ അവാർഡ് വാങ്ങിയ ആളായാലും താൻ സേഫ് സോണിലാണെന്ന് ആരും കരുതേണ്ട എന്നാണ് ഫിറോസ് മുന്നറിയിപ്പ് നൽകുന്നത്. സിനിമാ മേഖലയിൽ ചില വ്യക്തികൾ ക്രൂര മനോഭാവമുള്ളവരാണെന്നും സെക്സ് പെർവേർട്ടുകളായ ഇവർ ഹൈഡ് ആൻഡ് സീക്ക് കളിക്കുകയാണെന്നുമാണ് അദ്ദേഹം ആഞ്ഞടിച്ചത്. താൻ വലിയ നിലയിൽ നിൽക്കുന്നയാളാണെന്നും ആരെയും തകർക്കാമെന്നും കരുതുന്ന കൊമ്പന്മാർ ഒരിക്കൽ താഴെ വീഴുമെന്നും ഫിറോസ് കൂട്ടിച്ചേർക്കുന്നുണ്ട്. നേരത്തെ സജനയും ഫിറോസും പിരിയാൻ കാരണം ഒരു സിനിമാക്കാരനാണെന്ന് സോഷ്യൽ മീഡിയയിൽ പ്രചാരണമൊക്കെ ഉണ്ടായിരുന്നു. ആ വാർത്തകളെയൊക്കെ ശരിവെക്കുന്ന രീതിയിലാണോ ഈ ഫിറോസിന്റെ പുതിയ പ്രതികരണമെന്നാണ് ആരാധകരും ചോദിക്കുന്നത്. രണ്ടുപേരുടെയും രണ്ടാം വിവാഹമായിരുന്നു ഇത്. ദാമ്പത്യം തകരുവാൻ കാരണക്കാരനായ ആ ഉന്നതൻ ആരാണെന്ന് ഫിറോസ് വ്യക്തമായി വെളിപ്പെടുത്തിയിട്ടില്ലെങ്കിലും വരും ദിവസങ്ങളിൽ കൂടുതൽ ഉണ്ടാകും എന്ന് തന്നെയാണ് ആ വെളിപ്പെടുത്തലിലൊക്കെ തന്നെ നമുക്ക് മനസ്സിലാകുന്നത്. ഫിറോസ് ഖാന്റെ ആ വാക്കുകൾ ഇങ്ങനെയാണ്: ചിലർക്ക് ഒരു വിചാരമുണ്ട്, ഒരാൾ മിണ്ടാതിരിക്കുമ്പോൾ ഒന്നും അറിയാത്തത് കൊണ്ടാണ് അയാൾ മണ്ടനാണ്, പേടിത്തൊണ്ടനാണ്, അല്ലെങ്കിൽ അയാളെ പെട്ടെന്ന് പേടിപ്പിക്കുവാൻ പറ്റും എന്നൊക്കെ ചിലർക്കൊക്കെ വിചാരങ്ങളുണ്ട്. നിശബ്ദരായിരിക്കുന്ന മനുഷ്യർ എല്ലാം അറിയുന്നവരാണ്, പക്ഷേ അവർക്ക് തരം താഴാൻ കഴിയില്ല, അല്ലെങ്കിൽ മറ്റുള്ളവരെ പോലെ താഴേക്ക് പോയി സംസാരിക്കാൻ ആഗ്രഹമില്ല എന്ന് കരുതി സേഫ് സോണിൽ ഇരുന്നാണ് പല ഉന്നതന്മാരും എന്ന് കരുതുന്നത്. എത്ര അവാർഡ് മേടിച്ചയാളായാലും ഞാൻ അങ്ങ് സേഫായി, ബുദ്ധി കൊണ്ട് ഞാൻ കളിക്കുകയാണ്. എത്ര വലിയ ക്രിമിനൽ മെന്റാലിറ്റി ഉണ്ടെങ്കിലും എത്ര സ്ത്രീകളെ ഞാൻ ഉപയോഗിച്ചാലും ഞാൻ രക്ഷപ്പെടും. എൻ്റെ കയ്യിൽ അത്രത്തോളം പിടിപാടുണ്ട്, അല്ലെങ്കിൽ ഞാൻ വലിയൊരു സ്ഥാനത്ത് എത്തി നിൽക്കുകയാണ്, വലിയ അവാർഡ് മേടിച്ച് നിൽക്കുന്നയാളാണ്. അതുകൊണ്ട് ഇവരെ ഏത് രീതിയിലും തകർക്കാം. ഞാൻ ചെയ്താലും അതൊന്നും ഒരു വിഷയം ആകില്ല എന്ന് കരുതി ചില വ്യക്തികൾ, ഇവിടെ ക്രൂര മനോഭാവമുള്ള വ്യക്തികൾ, സെക്സ് പെർവേർട്ടായിട്ടുള്ള വ്യക്തികൾ ഇവിടെ മനോഹരമായി ഹൈഡ് ആൻഡ് സീക്ക് കളിക്കുന്നവരുണ്ട്. കുറച്ചു നാൾ മുമ്പ് വരെ എനിക്ക് കർമ്മയിൽ വിശ്വാസമില്ലായിരുന്നു. അതിനു മുന്നേ ഒരു 4 കൊല്ലമായി എനിക്ക് ദൈവവിശ്വാസമില്ല. അതും പോയി, കർമ്മയിലുള്ള വിശ്വാസവും പോയി. പക്ഷേ ഇപ്പോൾ ഞാൻ ദൈവവിശ്വാസത്തിലേക്ക് തിരിച്ചു വരികയാണ്, അല്ലെങ്കിൽ കർമ്മ എന്നൊന്ന് ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അതിന് ഏറ്റവും വലിയൊരു ഉദാഹരണം ഞാൻ തന്നെയാണ്. സത്യം എന്നും വിജയിക്കും, എത്ര വലിയ കൊമ്പനാണെങ്കിലും ഒരിക്കൽ താഴെ വരും. ഇതായിരുന്നു ആ ഒരു കുറിപ്പ്. സജനയും പ്രശസ്ത സൗണ്ട് ഡിസൈനറുമായ റസൂൽ പൂക്കുട്ടിയും തമ്മിൽ പ്രണയത്തിലാണെന്നും ഇതാണ് ഫിറോസുമായുള്ള വേർപിരിയലിന് പിന്നിലെ കാരണമെന്നുമാണ് ചിലർ ആരോപിക്കുന്നത്. ഇരുവരും തമ്മിൽ വർഷങ്ങളായി ബന്ധം ഉണ്ടായിരുന്നുവെന്നും പറയപ്പെടുന്നുണ്ട്. കൂടാതെ ഇതിനൊപ്പം ഇരുവരും ചേർന്ന് നിൽക്കുന്ന ചിത്രങ്ങളും ഒക്കെ തന്നെ വൈറലായിരുന്നു. ചില ഗോസിപ്പുകൾ വ്യാപകമായതോടെ ഫിറോസ് പ്രതികരിച്ചിരുന്നു. എത്ര ശ്രമിച്ചാലും സത്യത്തെ മറയ്ക്കാനോ തടയാനോ കഴിയില്ല. കള്ളങ്ങൾ സത്യത്തിന്റെ വരവിനെ താൽക്കാലികമായി മാത്രം വൈകിപ്പിക്കും. ഇതായിരുന്നു ഫിറോസിന്റെ ആ വാക്കുകൾ. ഈ ഒരു സ്റ്റോറി സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചകൾക്കാണ് വഴിവെച്ചത്. വേർപിരിഞ്ഞ ശേഷം മക്കളോടൊപ്പം ഉമ്മയ്ക്കൊപ്പം കഴിയുന്ന സജന സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെ സജീവമാണ്. പക്ഷേ എന്നാൽ ഈ ഒരു ഗോസിപ്പുകളുമായി ബന്ധപ്പെട്ട് ഈ റസൂൽ പൂക്കുട്ടി ഔദ്യോഗികമായി ഒരു പ്രതികരണവും നടത്തിയിട്ടില്ല. സജിനയും ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രതികരണം നടത്തിയിട്ടില്ല. എന്നാൽ മറ്റൊരു പ്രതികരണം നടത്തിയിട്ടുണ്ട്. സത്യവും അഭ്യൂഹവും തമ്മിലുള്ള അതിർത്തി അടങ്ങിയിരിക്കുന്ന ഈ സംഭവത്തിൽ യഥാർത്ഥം എന്താണ് എന്നുള്ളത് അറിയുവാൻ ആരാധകരൊക്കെ തന്നെ കാത്തിരിക്കുകയാണ്. ഈ വിവാഹമോചനത്തിന് പിന്നാലെ സജന നൂർ തന്റെ കരിയറിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് പേര് മാറ്റുകയൊക്കെ ചെയ്തിരുന്നു. ഇരുവരും മക്കൾക്ക് വേണ്ടി സൗഹൃദം തുടരുമെന്ന് നേരത്തെ അറിയിച്ചിരുന്നുവെങ്കിലും ഫിറോസിന്റെ പുതിയ വീഡിയോ ആ സൗഹൃദത്തിന്റെ വിള്ളലുകൾ വീണോ എന്ന സംശയമാണ് ജനിപ്പിക്കുന്നത്. സത്യം എന്നും വിജയിക്കും, എത്ര വലിയ കൊമ്പനാണെങ്കിലും ഒരിക്കൽ നിലം പൊത്തുമെന്ന ഫിറോസിന്റെ വാക്കുകൾ സിനിമാ സീരിയൽ മേഖലയിലെ ചിലർക്ക് നേരെയുള്ള കൃത്യമായ താക്കീതായാണ് വിലയിരുത്തപ്പെടുന്നത്. സജനയുടെ പേര് നേരിട്ട് പരാമർശിക്കുന്നില്ല എങ്കിലും ദാമ്പത്യം തകർന്നതിനെ കുറിച്ച് സംസാരിക്കവേ സെക്സ് പെർവേർട്ടുകൾ എന്ന വാക്ക് ഫിറോസ് ഉപയോഗിച്ചത് സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയ്ക്കാണ് വഴി തുറന്നിട്ടുള്ളത്. നിലവിൽ സോഷ്യൽ മീഡിയയിൽ ഉയർന്ന ചില പ്രമുഖരുടെ പേരുകളാണോ ഫിറോസ് ഉദ്ദേശിച്ചത്, അതല്ലെങ്കിൽ മറ്റാരുടെയെങ്കിലും ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളതാണോ ഈ ഒളിയമ്പുകൾ എന്നത് ഇപ്പോഴും നിഗൂഢമാണ്. താൻ വലിയൊരു സ്ഥാനത്ത് നിൽക്കുന്നയാളാണെന്ന് അഹങ്കരിക്കുന്ന ആ വ്യക്തിയെ ജനമധ്യത്തിൽ തുറന്നു കാട്ടുമോ എന്നാണ് ആരാധകർ ഉറ്റുനോക്കുന്നത്. ആരോപണ വിധേയനായ വ്യക്തിയെക്കുറിച്ച് കൂടുതൽ സൂചനകൾ ഫിറോസ് ഉടൻ പുറത്തുവിടുമെന്നാണ് പ്രതീക്ഷ. ഈ വെളിപ്പെടുത്തലുകൾ സച്ചിനയുടെ ഭാഗത്തുനിന്ന് എങ്ങനെയുള്ള പ്രതികരണമായിരിക്കും ഉണ്ടാക്കുക എന്നതും കണ്ടറിയേണ്ടിയിരിക്കുന്നു. ഈ ഫിറോസിന്റെ വീഡിയോ പുറത്തു വന്നതിന് പിന്നാലെ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിലുള്ള ചർച്ചകളാണ് നടക്കുന്നത്.
താരം സൂചിപ്പിക്കുന്ന ആ ഉന്നതൻ ആരാണെന്ന കാര്യത്തിൽ ആരാധകർക്കിടയിൽ ഊഹാപോഹങ്ങളൊക്കെ തന്നെ ശക്തമാണ്. സജിനെ തെറ്റായ രീതിയിൽ സ്വാധീനിച്ചത് ആരാണ്? ഒരു കുടുംബം തകർത്ത ആ വ്യക്തി പുറത്തു വരണമെന്നിങ്ങനെ പോവുകയാണ് പ്രേക്ഷകരുടെ കമന്റുകൾ. വിവാഹമോചനത്തിന് ശേഷം സജന നൂർ എന്ന പേരിൽ സ്വതന്ത്രമായ ഒരു ജീവിതം കെട്ടിപ്പടുക്കാനുള്ള ശ്രമത്തിലായിരുന്നു സജന. അഭിനയത്തിന് പുറമെ ഓൺലൈൻ ബിസിനസ് രംഗത്തും താരം സജീവമാണ്. എന്നാൽ ഫിറോസിനെയും പുതിയ വെളിപ്പെടുത്തൽ സജനയുടെ പുതിയ ജീവിതത്തെയും കരിയറിനും ഒക്കെ എങ്ങനെ ബാധിക്കുമെന്നും ആശങ്കയും ഒക്കെ സുഹൃത്തുക്കൾ പങ്കുവയ്ക്കുന്നുണ്ട്. നേരത്തെ ഒരു അഭിമുഖത്തിൽ സജന പറഞ്ഞത് ഫിറോസുമായി പിരിയാനുള്ള തീരുമാനം തന്റേതാണെന്നും അതിൽ മറ്റാർക്കും പങ്കില്ല എന്നുമാണ്. എന്നാൽ ഫിറോസ് ഇപ്പോൾ പറയുന്നത് ഇതിന് പിന്നിൽ ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ടെന്നാണ്. സത്യം പുറത്തു വരണമെന്നും ചതിച്ചവർ അനുഭവിക്കുമെന്നും ഫിറോസ് ആവർത്തിക്കുമ്പോൾ ഇത് കേവലം ഒരു കുടുംബ പ്രശ്നത്തിനപ്പുറം സിനിമാ സീരിയൽ മേഖലയിലെ ചില അശുഭകരമായ പ്രവണതകളിലേക്ക് വിരൽ ചൂടുന്നുണ്ട്. വലിയ അവാർഡുകൾ വാങ്ങി സുരക്ഷിത താവളങ്ങളിൽ ഇരിക്കുന്ന ആ വ്യക്തിയുടെ മുഖംമൂടി ഫിറോസ് ഉടൻ വലിച്ചു കീറുമോ? കേരളം ഉറ്റുനോക്കുന്ന ആ ഒരു വലിയ വെളിപ്പെടുത്തൽ തുടക്കമാണോ ഇതെന്നൊക്കെ തന്നെ വരും ദിവസങ്ങളിൽ ഈ വിവാദം കൂടുതൽ പുകയുമ്പോഴും നമുക്ക് മനസ്സിലാകും. എന്തായാലും ഫിറോസ് ഖാൻ തൊടുത്തുവിട്ട ഈ അമ്പുകൾ കൃത്യമായി ലക്ഷ്യസ്ഥാനത്ത് തറച്ചിട്ടുണ്ട് എന്നാണ് സോഷ്യൽ മീഡിയയിലെ സംസാരം. പരോക്ഷമായി ഉന്നയിച്ച ഈ ആരോപണങ്ങളിൽ പല പ്രമുഖരുടെയും പേരുകൾ ഉയർന്നു കേൾക്കുന്നുണ്ടെങ്കിലും ഫിറോസ് ആരുടെ പേരും ഔദ്യോഗികമായി ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല. സത്യം ചെരുപ്പിടുമ്പോഴേക്കും നുണ ലോകം ചുറ്റി വരുമെന്ന പഴമൊഴി പോലെ ഈ വിഷയത്തിലെ യഥാർത്ഥ വസ്തുതകൾ പുറത്തുവരുവാൻ ഫിറോസിന്റെ അടുത്ത നീക്കം വരെ നമുക്ക് കാത്തിരിക്കേണ്ടി വരും. 2 മക്കളുടെ ഭാവി മുൻനിർത്തിയാണ് താൻ ഇതുവരെ മൗനം പാലിച്ചതെന്നും എന്നാൽ ഇപ്പോൾ പരുത്തിവിട്ടിരിക്കുകയാണെന്ന് ഫിറോസ് വീഡിയോയിൽ പറയുന്നുണ്ട്. സജനയുടെ ഭാഗത്തുനിന്ന് ഈ പുതിയ ആരോപണങ്ങൾക്ക് എങ്ങനെ മറുപടി വരുമെന്നുമൊക്കെ ആരാധകർ ഉറ്റുനോക്കിയിരുന്നു. കാരണം മിനിസ്ക്രീനിലെയും സിനിമയിലെയും ഒക്കെ ഈ ഹൈഡ് ആൻഡ് സീക്ക് കളിക്ക് ഫിറോസ് അന്ത്യം കുറിക്കുമെന്ന് കണ്ടിരുന്ന് കാണാം. അതോ ഇത് കേവലം സോഷ്യൽ മീഡിയയിൽ ഒരു വാക്ക് പോരാട്ടമായി അവസാനിക്കുമോ എന്ന് കണ്ടറിയണം. പക്ഷേ ഇതിന് പിന്നാലെ ഈ വ്യക്തി ജീവിതത്തിലെ തകർച്ചകൾക്ക് പിന്നെ മറ്റൊരാളുടെ സ്വാർത്ഥ താല്പര്യങ്ങളുണ്ടാത്ത ഫിറോസ് ഖാന്റെ വെളിപ്പെടുത്തലുകൾക്ക് പിന്നാലെ ഇത്തരത്തിൽ സജന രംഗത്ത് വന്നിട്ടുണ്ട്. ഇന്നത്തെ വൈറൽ ഞാൻ മാത്രമല്ല, ഞാൻ കാരണം കുറേ പേരുമുണ്ട്. സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ കുറേ വീഡിയോകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അതിനൊരു മറുപടി ഞാനല്ലാതെ വേറെ ആരും നൽകാനില്ല. ഞാനും ഫിറോസിക്കയും ഞങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് പരസ്യമായി പറഞ്ഞിരിക്കുന്നു. ഞങ്ങൾ പോലും ചിന്തിക്കാത്ത തരത്തിലാണ് ഇപ്പോൾ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഒരു ഫോട്ടോ ഇട്ടത് വൈറലായി. എന്റെയും ഫിറോസിക്കയുടെയും ജീവിതം തകരാൻ കാരണം ഇന്നയാളാണെന്ന് പറഞ്ഞുകൊണ്ട് എന്തു മോശമാണിതെന്നാണ് വീഡിയോയിൽ ഈ സജന ചോദിക്കുന്നത്. എനിക്കും ഫിറോസിക്കയ്ക്കും ഇല്ലാത്ത ദുഃഖങ്ങളാണല്ലോ മറ്റുള്ളവർക്ക്. ഞങ്ങളുടെ ജീവിതത്തിലേക്ക് മൂന്നാമതൊരാൾ വന്നിട്ടില്ല. പ്രശ്നങ്ങൾ ഉണ്ടായതെന്ന് പറഞ്ഞിരുന്നു. പല വ്യക്തിപരമായ കാര്യങ്ങളും കാണും. പരസ്പര ധാരണയോടെയാണ് ഞങ്ങൾ പിരിഞ്ഞത്. ഇനി ഞാൻ ഒരാളെ വിവാഹം ചെയ്താലും നിങ്ങൾ പറയുമല്ലോ അയാൾ കാരണമാണ് ഞങ്ങളുടെ ജീവിതത്തിൽ പ്രശ്നമുണ്ടായതെന്ന്. എന്ത് മോശമാണിത്? ഇല്ലാത്ത ഗോസിപ്പുകൾ ഉണ്ടാക്കി ഞങ്ങൾ പിരിയാൻ കാരണം ഇന്നയാൾ കാരണമാണ് എന്തൊക്കെയാണ് പറഞ്ഞുണ്ടാക്കുന്നത്. ഞാനും അയാളുമായി സ്നേഹത്തിലാണെന്നോ കല്യാണം കഴിക്കാൻ പോകുന്നെന്നോ അങ്ങനെ പലതും പറഞ്ഞോളൂ. അതെനിക്കൊരു പ്രശ്നമേ അല്ല. അത് ആരുമായിട്ടായിരുന്നു. പക്ഷേ ആ പുള്ളി കാരണമാണ് ഞങ്ങൾ പിരിഞ്ഞതെന്ന് പറയുന്നത് വളരെ മോശമെന്നാണ് അവർ വ്യക്തമാക്കിയത്. എത്രയോ ആളുകളുമായി ഫിറോസിക്ക വീഡിയോ ചെയ്യുന്നുണ്ട്. നാളെ അവരുമായി ഫോട്ടോ ഇട്ടാലും ഞങ്ങളുടെ ബന്ധം തകരാൻ കാരണം അവരായിരിക്കുമോ? ഞങ്ങൾ ഇപ്പോഴും നല്ല സുഹൃത്തുക്കളായി ജീവിക്കുന്ന ആളുകളാണ്. എൻ്റെ മക്കൾക്ക് വേണ്ടി ഞങ്ങൾ ഇപ്പോഴും മ്യൂച്വലായി സന്തോഷത്തോടെ ജീവിക്കുകയാണ്. ഇനി ഫിറോസിക്കയുടെ ജീവിതത്തിൽ ഒരു പെണ്ണ് വന്നാലോ എൻ്റെ ലൈഫിൽ ഒരു ആണ് വന്നാലോ ഞങ്ങൾക്കതൊരു വിഷയമല്ല. ഞങ്ങൾ നല്ല ഹാപ്പിയായി പിരിഞ്ഞതാണ്. ഇപ്പോഴും സംസാരിക്കാറുണ്ട്. മകന്റെ കാര്യങ്ങൾ വരുമ്പോൾ സംസാരിക്കാറുണ്ട്. ഫാമിലി മീറ്റ് ചെയ്യാറുണ്ട്. കാരണം ഞങ്ങളുടെ കുഞ്ഞ് ഇതിനിടയിലുണ്ട്. മൂന്നാമതൊരാൾ ഉണ്ടായിട്ടില്ല ഞങ്ങൾ പിരിഞ്ഞത്. ഞങ്ങളത് വ്യക്തമായ പല വേദിയിൽ പറഞ്ഞിട്ടുണ്ടെന്നും സജന പറയുന്നുണ്ട്. എവിടെയെങ്കിലും ഒരു സാധനം കിട്ടുമ്പോൾ അതിനകത്ത് മറ്റുള്ളവരെ പിടിച്ചിട്ട് അവർ കാണണമെന്ന് നമ്മുടെ ലൈഫ് ഇങ്ങനെ കുളമായതെന്ന് പറയല്ലേ. പല ആൾക്കാരെയും ബാധിക്കും. നിങ്ങൾ പറഞ്ഞു ആരുമായിട്ട് എന്തെങ്കിലുമൊക്കെയാണെന്ന് പറഞ്ഞു, കുഴപ്പമില്ല. പക്ഷേ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവർക്കും ഇത് ബാധിക്കും. ഞങ്ങളുടെ പപ്പായും മമ്മിയും പിരിയാൻ കാരണം ഇതുകൊണ്ടാണോ എന്നത് അവരുടെ മനസ്സിൽ വിഷമം തോന്നിക്കും. ഞങ്ങളുടെ ലൈഫിൽ മൂന്നാമതൊരാൾ വന്നിട്ടില്ല പിരിഞ്ഞത്. ദയവ് ചെയ്ത് ആരെയും പിടിച്ചിടരുത്. ഇനി ഞാൻ ഒരാളെ കല്യാണം കഴിച്ചാലോ സ്നേഹിച്ചാലോ അയാൾ കാരണമാണ് ഞങ്ങൾ പിരിഞ്ഞതെന്ന് ദയവ് ചെയ്ത് പറയരുത്. ഇത് അഭ്യർത്ഥനയാണ്. ഇത് ഞാൻ വന്ന് പറഞ്ഞില്ലെങ്കിൽ വേറെ ആരും പറയില്ല. അതുകൊണ്ടാണ് ഇതായിരുന്നു അവർ കൂട്ടിച്ചേർത്തത്. സിനിമ ടെലിവിഷൻ രംഗത്തെ കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ പേജ് ഫോളോ ചെയ്യുക. You're watching me on metromatney.com. metromatney.com. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.